ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മലബാർ സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്, ഇറച്ചി കേക്ക്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ 4 മണി ചായയുടെ കൂടിയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ 2 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സവാള സോഫ്റ്റായി കിട്ടുന്നവരൊന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. സവാള ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊരു പച്ചക്കുത്തുണ്ടാവില്ല, അത് പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു 100 ഗ്രാമോളം ബീഫാട്ടോ, എല്ലില്ലാത്ത പീസ് ഇതുപോലെ ആക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ഉപ്പൊക്കെ ചേർക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ് മസാലയില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചോളൂ. ഇതിപ്പോൾ ഇതിന് കറക്റ്റായിട്ടേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നില്ല. അവസാനം 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മൈദയൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊട്ടാറ്റോയുടെ കട്ടകളുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പോളയാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കാൻ വെക്കണം. ഇതിന് താഴ്ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. നമ്മൾ കേക്കിനൊക്കെ തട്ടി കൊടുക്കില്ല, താഴെ എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തട്ടിയിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. ഇതിപ്പം വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ് മതി. നല്ല ഫ്ലെയിമിലൊന്നും വേവിക്കേണ്ട, ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ താഴ്ഭാഗത്ത് ഒരു തട്ടാറ്റം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിഭാഗം കരിയാതെ നന്നായിട്ട് കിട്ടും. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഉൾഭാഗം കുക്കായിനോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കുക. അതിന് ശേഷം ഒരു തവയിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഈസി ആയിട്ട് തന്നെ മറിച്ചിടാൻ പറ്റും. താഴ്ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നോർമലായിട്ടുള്ള കളർ മാത്രമേ ആയിട്ടുള്ളൂ. മറിച്ചിട്ടിട്ട് അധികം ഒന്നും കുക്ക് ചെയ്യേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് മാക്സിമം അത്രേ വേണ്ടൂ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പോള അല്ലെങ്കിൽ ഇറച്ചി കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സ്പൈസി സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്